ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് ടൈം. ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറം തന്നെയുള്ളൊരു ചേച്ചിയുടെ മകൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെയായിരുന്നു അവരാദ്യം താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ വീട് മാറി താലോട്ട് പള്ളിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി പോകുന്നത്. ഇന്നത് കല്യാണത്തിൻ്റെ പാർട്ടിയാണ്, തലേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് അന്വേഷിച്ച് അവരുടെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കല്യാണ വീട് കല്യാണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. വീട് കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. വീട് കല്യാണത്തിനായിട്ട് എല്ലാം അടിപൊളി മൊഞ്ചാക്കിയിട്ടുണ്ട്. ഒരുപാട് ലൈറ്റും സെറ്റിങ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റസീൻത്താൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സൊക്കെ കൊണ്ടുതന്നു. റസീൻത്തുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട്. കാരണം ഒരു അയൽവക്കക്കാർ എന്നുള്ളതിന് ഉപരിയായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് നല്ലൊരു കൂട്ടായിരുന്നു. കാരണം അവർ പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. ബത്തക്ക ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ട് കേട്ടോ. അങ്ങനെ വീട് മുഴുവനൊക്കെ ഒന്ന് കറങ്ങി വന്നു. നല്ല അടിപൊളി വലിയ വീടാണ്, സൂപ്പർ വീടാണ്. റസീൻത്താൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. റസീൻത്താനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ വീഡിയോ എടുക്കുന്നതെന്ന് കരുതിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. 2 നില വീടാണ്. അപ്പോൾ നമ്മൾ മുകളിലെ ഭാഗവും കൂടി ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളിതാ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ ആഹാ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ് മുകളിലത്തെ ഈ സ്ഥലം. സൂപ്പറാണ്. ചക്കനും പെണ്ണിനും ഇരിക്കാനുള്ള സ്റ്റേജൊക്കെ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് വീഡിയോ എടുക്കാം കേട്ടോ. സൂപ്പറാണ്, അടിപൊളി. വീടിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആൾക്കാർ കൂടിക്കൂടി വരുന്നുണ്ട്. ഏകദേശം സമയം ഒരു 8:30-9 മണിയൊക്കെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ ഈ കൂട്ടത്തിൽ നമ്മളെ റസീൻത്ത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ റസീൻത്താനെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പോൾ അതിലൊരു സുന്ദരിയായിട്ടുള്ള ആളാണ് നമ്മളെ റസീൻത്ത. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ രാത്രിയിൽ കുട്ടികളെല്ലാം കൂട്ടി കഷ്ടപ്പെട്ട് നമ്മളിവിടെ വരെ വന്നത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഇരിക്കുന്നത് റസീൻത്താൻ്റെ മറ്റൊരു ചങ്ങായിമാരാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെയുള്ള വേറൊരു ചങ്ങായിമാരാണ്. ഇവർ രണ്ടാളും അമ്മയും മോളുമാണ്. ഇവരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിയത്തിനെല്ലാം ഏകദേശം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപ എന്നാണ് ചേച്ചീൻ്റെ പേര്. അപ്പോൾ രൂപേച്ചിയുടെ അമ്മയാണിത്. അപ്പോൾ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, സെൽഫിയൊക്കെ എടുത്തു. അപ്പം നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ, ചങ്ങായിമാരായി. നമ്മൾ രാത്രി ഏകദേശമായി 10 മണി ആകാറായി. നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഫുഡ് കഴിക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ട്. ആ തിരക്ക് കഴിഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. നല്ല അടിപൊളി കോഴി ബിരിയാണി ഉണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, ആട്ട പൊറോട്ടയുണ്ട്, കുറുമ ഉണ്ട്, പൊറോട്ടയ്ക്ക് കുറുമ കറിയുണ്ട്, ചള്ളാസ്, പിന്നെ അതുപോലെ തന്നെ അച്ചാർ ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇവിടെ മുന്നിൽ വന്നിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷം, കല്യാണ വിശേഷം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ മടങ്ങാൻ നോക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.